നമസ്കാരം. തെരഞ്ഞെടുപ്പ് ആകാംക്ഷ അതിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ചറപറ തെരഞ്ഞെടുപ്പ് സർവേകൾ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. നമ്മൾ സർവേ ഒന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു 7 സീറ്റിൻ്റെ വിജയസാധ്യതയെക്കുറിച്ച് പറയാൻ വേണ്ടി ഈ വീഡിയോ നമ്മൾ ഉപയോഗിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ, കേരളം ഉറ്റുനോക്കുന്ന 7 സീറ്റുകൾ. നിങ്ങൾക്ക് ആ 7 സീറ്റുകൾ പെട്ടെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. എന്നാൽ ഒരു സൂചന തന്നാൽ ആ 7 സീറ്റുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതായത് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് വിധേയമായ 7 സീറ്റുകളാണ് അത്. അതങ്ങ് കണ്ണൂർ ജില്ലയിൽ നിന്ന് ആരംഭിച്ച് ഇങ്ങ് കൊല്ലം വരെ നീളുന്ന 7 സീറ്റുകളാണ്. CPIM നിന്ന് LDF തുടർഭരണം മൂന്നാമതും ലക്ഷ്യമിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ LDFിൽ നിന്ന് കലഹിച്ച് UDFിലേക്ക് പോയി സ്ഥാനാർത്ഥികളായ ആളുകൾ. അതിൽ ഭൂരിഭാഗവും LDFിൻ്റെ മുൻ MLAമാർ ഒക്കെയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ മുതൽ മുൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് വരെ നീളുന്ന 7 പേർ. അവർ വിമതർ എന്നുള്ള വാചകം വിട്ട് അവർ UDFിൻ്റെ സ്ഥാനാർത്ഥികളായി നിൽക്കുകയാണ്. ഇപ്പോഴും UDF സ്ഥാനാർത്ഥിയാണ് എന്ന് പറയാൻ മടിക്കുന്ന G സുധാകരനെ പോലുള്ളവരും അക്കൂട്ടത്തിലുണ്ട്. പക്ഷേ അവരുടെ നീക്കം ഏത് മട്ടിൽ മുഖ്യധാര ചാനലുകളിൽ ഉണ്ടായ ചർച്ചകളുടെ തുടർച്ചയായി അവർക്ക് വിജയിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? നിലവിൽ അതത് മണ്ഡലങ്ങളിൽ UDFിനുണ്ടായിരുന്ന മേൽക്കൈയെ ഉയർത്തുകയോ താഴ്ത്തുകയോ ആണ് ചെയ്തത് അവർ എന്നുള്ളത് ഏത് മട്ടിൽ നമ്മൾ അടയാളപ്പെടുത്തും? അതൊക്കെ നമുക്ക് പരിശോധിക്കാം. ആ 7 പേരുടെ കാര്യം നമുക്ക് നോക്കാം. അങ്ങ് വടക്കൻ കേരളത്തിൽ നിന്ന് ആരംഭിക്കാം. പയ്യന്നൂർ നിന്ന്, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കണ്ണൂർ ജില്ലയിലെ അപ്പുറത്തറ്റത്തെ മണ്ഡലം. പയ്യന്നൂരിൽ നിന്ന് CPMൽ നിന്ന് കലഹിച്ചു പോയ പ്രാദേശിക CPM നേതാവ് V കുഞ്ഞികൃഷ്ണനാണ്. CPMലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പാരോപിച്ച് TI മധുസൂദനൻ സ്ഥാനാർത്ഥിയായാൽ പകരം എതിരായി മത്സരിക്കും, മധുസൂദനുമായുള്ള പോരാട്ടം തെരഞ്ഞെടുപ്പ് കോതിലും തുടരുമെന്ന് നേരത്തെ തന്നെ V കുഞ്ഞികൃഷ്ണൻ പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ V കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിത്വം മധുസൂദനെ CPM തീരുമാനിച്ച ഉടനെ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ അവിടെ മത്സരിക്കാൻ നേരത്തെ തീരുമാനിച്ചാണ്. ഈ തീരുമാനത്തിൻ്റെയൊക്കെ തുടർച്ചയായിട്ടായിരിക്കാം ഈ ബദൽ ശബ്ദം പാർട്ടിക്കകത്തും ഉയർത്തിയത് എന്ന് വ്യക്തമാക്കും വിധത്തിലായിരുന്നു കുഞ്ഞികൃഷ്ണൻ്റെ നീക്കം. കുഞ്ഞികൃഷ്ണൻ അവിടെ ജയിക്കാൻ എന്താണ് സാധ്യത എന്നുള്ളതാണ് ആദ്യത്തേതായി. TI മധുസൂദനാണ് നിലവിലെ MLA. അദ്ദേഹം 2ാമത്തെ ടേമാണ് നേരിടുന്നത്. TI മധുസൂദനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. BJPക്ക് AP ഗംഗാധരൻ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു. ഈ 3 പേരാണ് മുഖ്യ എതിരാളികൾ. ഈ 3 പേരുടെ മത്സരത്തിൽ BJPക്ക് അവിടെ കാര്യമായ പ്രസക്തിയില്ല. അതിന് ശേഷം ഈ 2 BJP മാറ്റി നിർത്തിയാൽ LDFും UDFും മത്സരിക്കുകയാണ്. അവിടെ V കുഞ്ഞികൃഷ്ണൻ്റെ സാന്നിധ്യം UDFിന് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് കഴിഞ്ഞ 2 ടേമിലെ റിസൾട്ട് ഒന്ന് നോക്കാം. 2016 C കൃഷ്ണനായിരുന്നു LDFിൻ്റെ MLA. അതായത് പയ്യന്നൂരിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് CPMൻ്റെ മേധാവിത്വം പെട്ടെന്ന് അങ്ങ് തകർക്കാൻ കഴിയാത്ത വിധം കപ്പാസിറ്റിയുള്ള ഒരു മണ്ഡലമാണ്. ഭൂരിപക്ഷം ഏത് രീതിയിൽ കൂടിയാലും കുറഞ്ഞാലും, ഏത് രീതിയിലുള്ള വിഷയങ്ങൾ വന്നാലും പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു മണ്ഡലം. അങ്ങനെ നോക്കുമ്പോൾ 2016 മണ്ഡലത്തിൻ്റെ സ്ഥിതി, C കൃഷ്ണന് 83,226 വോട്ടുകൾ 2016 ലഭിച്ചു CPMൻ്റെ MLAക്ക്. സാജിദ് മൗവൽ UDFിൻ്റെ സ്ഥാനാർത്ഥി 42,963. ആനിയമ്മ BJP 15,341. ഭൂരിപക്ഷം 40,263 ആയിരുന്നു. എന്നാൽ 2021 വരുമ്പോൾ TI മധുസൂദനൻ, C കൃഷ്ണൻ മാറി TI മധുസൂദനൻ MLA ആകുന്നു. അദ്ദേഹത്തിന് 93,395 വോട്ട് ലഭിച്ചു. UDFിൻ്റെ M പ്രദീപ് കുമാറിന് 43,915 വോട്ട്. BJPക്ക് 11,308. ഭൂരിപക്ഷം 49,780 എന്ന നിലയിലേക്കാണ് എത്തിയത്. അതായത് തൊട്ട് മുമ്പത്തെ ഭൂരിപക്ഷത്തിൽ നിന്നും TI മധുസൂദനൻ വരുമ്പോൾ 9,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ്. 1,50,000 അടുത്ത് തൊട്ടടുത്ത് നിൽക്കുകയാണ് ഭൂരിപക്ഷം. 300ഓളം വോട്ട് കൂടിയാൽ 1,00,000 ഭൂരിപക്ഷമാവും. കേരളത്തിലെ മികച്ച ഭൂരിപക്ഷങ്ങളിൽ ഒന്നാണ് പയ്യന്നൂരിൽ ഉണ്ടായത്. പയ്യന്നൂരിൻ്റെ ഒരു പാർട്ടിയുടെ മുന്നോട്ട് പോക്കും അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രവും വെച്ച് നോക്കുമ്പോൾ CPMനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ, ഭീഷണികൾ ഉണ്ടാക്കാവുന്ന, തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ ഉണ്ടാക്കാവുന്ന വിധത്തിലുള്ള സാഹചര്യം ഇല്ല. പിന്നെ V കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് ഉയർത്തിയ ആശയം സംബന്ധിച്ച് പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ചർച്ചകൾ രൂപപ്പെട്ടു എന്ന് വന്നാൽ തന്നെയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ UDFിലേക്കുള്ള കാലുമാറ്റത്തോടുകൂടി V കുഞ്ഞികൃഷ്ണൻ ഉയർത്തുന്ന രാഷ്ട്രീയ ധാർമ്മികത അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഇല്ലാതാവുന്നു എന്നുള്ളൊരു സാഹചര്യം ഉണ്ട്. പിന്നെന്താണ് രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നം? അതായത് ഇപ്പുറത്ത് രക്തസാക്ഷി ഫണ്ട് എൻ്റെ പേരിൽ അപ്പുറത്ത് പോയാൽ അവിടെ അതിൻ്റെ എത്രയോ ഇരട്ടിയുള്ള മറ്റ് അഴിമതികളുടെ, ക്രമക്കേടുകളുടെ കഥയാണ് CPMകാർ കേട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി അവരെടുത്ത നിലപാടുകളുടെ ആധാരമായി നിൽക്കുന്ന വിഷയം. അവിടത്തേക്കാണ് V കുഞ്ഞികൃഷ്ണൻ പോകുന്നത്. അതുകൊണ്ട് വോട്ട് നിലയിൽ വലിയ
വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ വി കുഞ്ഞികൃഷ്ണൻ്റെ പ്രാദേശികമായ സ്വാധീനം വെച്ച് നേടാവുന്ന വോട്ടുകളാണ്. പ്രാദേശിക സ്വാധീനത്തിൽ പ്രത്യേകിച്ചും ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് വരെ അംഗം വരെ എത്തിയ ഒരാൾക്ക് ഉണ്ടാക്കാനിടയുള്ള സ്വാധീനം, അതും ഇത്രയും കാലത്തിനിടയിൽ ഉണ്ടാക്കാനിടയുള്ള സ്വാധീനം എത്രത്തോളാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനനുസരിച്ചുള്ള ഒരു വോട്ടിംഗ് ആണ് അധികമായി ലഭിക്കാനിടയുള്ളത്. മറ്റൊന്ന്, നിലവിലെ MLA യോടുള്ള എതിർപ്പിൻ്റെ അനുരണനമാണ്. അത് വോട്ടിൽ എങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തപ്പെടും എന്നതാണ്. അനുസരിച്ചുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്താനും വിജയിക്കാനും വി കുഞ്ഞികൃഷ്ണന് കഴിയുമോ എന്നുള്ളത് നമുക്ക് പ്രഖ്യാപിക്കാൻ പോയിട്ട് ആലോചിക്കാൻ തന്നെ കഴിയാവുന്ന വിധത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേണും രാഷ്ട്രീയ സാഹചര്യവും പയ്യന്നൂർ രൂപപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ വി കുഞ്ഞികൃഷ്ണൻ്റെ വിജയസാധ്യതയെക്കുറിച്ച് നമ്മൾ മുഖ്യധാര മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾക്കുള്ള സാധ്യത, അത് ശരിയാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഒരു തരത്തിലും ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന അവസ്ഥയില്ല. TM മധുസൂദൻ്റെ വിജയസാധ്യത തന്നെ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അവിടെ നിന്ന് CPM-ൽ നിന്നും രാജിവെച്ച് UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി മാറി. അവിടെയും പ്രശ്നം സീറ്റുമായി ബന്ധപ്പെട്ടതാണ്. പയ്യന്നൂരിൽ ഈ പറയുന്ന നമ്മൾ പറയാൻ പോകുന്ന 7 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി മാറ്റത്തിൻ്റെ ആധാരമായി പറയുന്ന കാരണങ്ങളിൽ കുറച്ചെങ്കിലും മെറിറ്റ് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുക പയ്യന്നൂരിലാണ്. അത് ഉന്നയിക്കുന്ന പ്രശ്നങ്ങളില്ല. അതിൻ്റെ ഉൾപിരിവുകൾ നോക്കുമ്പോഴാണ് അത് TI മധുസൂദനുമായി വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ ഈഗോയും ഒരുപക്ഷെ സ്ഥാനമോഹം എന്ന് വ്യാഖ്യാനിക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ സ്ഥാനാർത്ഥി ഉന്നയിച്ച UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി പോയ ആൾ ഉന്നയിച്ചത് ഒരു രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട ക്രമക്കേട് എന്നുള്ള ആരോപണമായി നമുക്ക് ഉയർത്തി കാണിക്കുമ്പോൾ തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല. രണ്ടാമത്തേത് തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പിലും CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഭാര്യയ്ക്ക് സീറ്റ് വാങ്ങിച്ചു കൊടുത്തു എന്നുള്ള പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഇടയില്ല, ഒരുപക്ഷെ മെറിറ്റ് ആയി ചർച്ച ചെയ്യപ്പെടാൻ ഇടയില്ല, അതിൻ്റെ മെറിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടാൻ ഇടയുള്ള ഒരു പ്രശ്നം. പക്ഷേ PK ശ്യാമള മഹിളാ അസോസിയേഷൻ നേതാവ് എന്നൊക്കെയുള്ള നിലയിൽ നിൽക്കുമ്പോൾ തന്നെ MV ഗോവിന്ദ മാഷ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുന്ന വിധത്തിൽ റിസ്ക് എടുക്കണോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉന്നയിക്കപ്പെട്ടതാണ്. എങ്ങനെയെങ്കിലും ഭരണത്തിൽ വരണം എന്ന് പറഞ്ഞ് പാർട്ടി പ്രവർത്തകർ പ്രവർത്തിക്കും. പക്ഷേ അവിടെ ബദൽ ശബ്ദമുയർത്തിയ TK ഗോവിന്ദൻ ചെയ്തത് അതിനേക്കാളും ഭാര്യയും മക്കളും ഭർത്താവും ഒക്കെ സ്ഥാനാർത്ഥിയാവുന്ന മറ്റൊരു സംഘത്തിനൊപ്പം പോയി അവിടെ സ്ഥാനാർത്ഥിയായി എന്നുള്ളതും ഒപ്പം TK ഗോവിന്ദൻ മരുമകളും ഭാര്യയും ഒക്കെ പാർട്ടിയുടെ ബലത്തിൽ അവിടെ ഈ പലവിധ ജനകീയ പ്രസ്ഥാനങ്ങളുടേതും ഒപ്പം മറ്റ് അനുബന്ധ സംഘടനകളുടേതും തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം സ്ഥാനങ്ങൾ നേടിയെടുത്ത് കുടുംബത്തോടെ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ഒരാളായി TK ഗോവിന്ദൻ മത്സരിക്കുകയാണ്. അവിടെ PK ശ്യാമള നിലവിൽ മറ്റ് ബദൽ പ്രശ്നങ്ങൾ, നേരത്തെ ഉയർത്തിയ ആശയക്കുഴപ്പങ്ങൾ പരിഹരിച്ചു മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഒപ്പം TK ഗോവിന്ദൻ ഈ കാലം അത്രയും അവിടെ പ്രവർത്തിച്ച് കോൺഗ്രസിനെതിരായി മറ്റ് CPM വിരുദ്ധ ശക്തികൾക്കെതിരെ CPM-ൻ്റെ ഒരു അടയാളമായി പൊതുമധ്യത്തിൽ നിന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ എത്രമാത്രം മാസ് വോട്ടിംഗ് അയാൾക്ക് അനുകൂലമായി ഇത്രയും കാലം എതിരാളിയായി കരുതിയ ആളുകൾ നടത്തും എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ചർച്ചകൾക്ക് കൂടി സ്കോപ്പ് ഉണ്ട്. അതിന് ആധാരമായി നമുക്ക് 2016 മുതലുള്ള റിസൾട്ട് കൂടി നോക്കാം. TK ഗോവിന്ദനെ ജയിക്കാൻ എന്താണ് സാധ്യത എന്നുള്ളത്. 2016 ജെയിംസ് മാത്യുവിന് 91,106 വോട്ടാണ് ഉണ്ടായിരുന്നത്. രാജേഷ് നമ്പ്യാർ കേരള കോൺഗ്രസ് ആണ്, M ആണ്, അന്ന് UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന 50,489 വോട്ട്. P ബാലകൃഷ്ണൻ BJP 14,742. ഭൂരിപക്ഷം ജെയിംസ് മാത്യുവിന് 40,617. 2021 MV ഗോവിന്ദ മാഷ് സ്ഥാനാർത്ഥിയാവുന്നു. 92,870 വോട്ട് നേടുന്നു. VP അബ്ദുൾ റഷീദ് കോൺഗ്രസിന് 70,181, BJP AP ഗംഗാധരൻ 13,058. ഇതാണ് അവിടുത്തെ ആ മണ്ഡലത്തിലെ ആ വർഷത്തെ 2021 സ്ഥിതി. ആ സാഹചര്യം പ്രധാനമാണ്. അവിടുത്തെ ഭൂരിപക്ഷവും പ്രധാനമാണ്. 70,181 വോട്ട് UDF നേടിയപ്പോൾ 92,870 വോട്ടാണ് MV ഗോവിന്ദ് നേടിയത്. 2016 നിന്നും വ്യത്യസ്തമായി വോട്ട് ഭൂരിപക്ഷം കുറയുന്നുണ്ട് MV ഗോവിന്ദ മാഷ് വരുമ്പം എന്നുള്ളതാണ്. 22,000 വരുന്ന ഭൂരിപക്ഷമാണ് അവിടെ നേടിയത് എന്നുള്ളതാണ്. ഇനി ഈ വോട്ടിംഗ് നിലയുടെ പശ്ചാത്തലത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി തളിപ്പറമ്പ് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പം അതിനു മാത്രം ഒരു ആഭ്യന്തര പ്രശ്നം. ഒന്നാമത് ഈ ഭാര്യ സ്ഥാനാർത്ഥിയായി എന്നുള്ള ധാർമ്മിക പ്രശ്നം ആഭ്യന്തരമായി കുഴപ്പമുണ്ടാക്കുന്നത് CPM അണികളിലാണ്. അത്തരത്തിലുള്ള വോട്ടിങ്ങിനെ അത് എത്രത്തോളം സ്വാധീനിക്കും, അതിനെ സ്വാധീനിക്കാൻ ആ പ്രശ്നം ഉയർത്തിയ ആളുടെ നിലപാടിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അത് കഴിയില്ല എന്നുള്ളത് എതിർപ്പാളയത്തിൽ എത്തുന്നതോടുകൂടി നമുക്ക് ആ ഉയർത്തിയ പ്രശ്നം അവിടെ നിന്ന് ആ ഉയർത്തിയ ആളുടെ മാറ്റത്തോടെ അത് മാറുകയാണ്. മറ്റൊരു തരത്തിൽ അത് ഉയർത്തപ്പെടുന്നുമില്ല എന്നുള്ളത് കൊണ്ട് അതെന്തുമാത്രം വിജയ സാധ്യതയിലേക്ക് TK ഗോവിന്ദനെ നയിക്കും എന്നുള്ളത് സംശയകരമാണ്. അദ്ദേഹത്തിൻ്റെ വിജയത്തിനുള്ള സാധ്യത
വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇനി അടുത്തത് ബേപ്പൂരാണ്. ബേപ്പൂര് ഒരുപക്ഷെ CPM-ന്റെ ആഭ്യന്തര പ്രശ്നം എന്നുള്ള നിലയിൽ അല്ലെങ്കിലും PV അൻവറിന്റെ കാലുമാറ്റത്തിന്റെ തുടർച്ചയായിട്ട് നീണ്ട കാലത്തെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ബേപ്പൂരിൽ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം PA മുഹമ്മദ് റിയാസ് എന്ന CPM-ന്റെ മന്ത്രി കൂടിയായ ആൾക്കെതിരായ സ്ഥാനാർത്ഥിത്വമായി വരികയാണ്. KP പ്രകാശ് ബാബുവാണ് അവിടെ BJP-യുടെ സ്ഥാനാർത്ഥി. ബേപ്പൂരിലേക്ക് പോകുമ്പോൾ PV അൻവറിന് വലിയ പ്രതീക്ഷയായിരുന്നു. ആദ്യഘട്ടത്തിൽ വലിയ മാധ്യമ ശ്രദ്ധ നേടിയതിൻ്റെ ബലത്തിൽ ചർച്ചകൾ വഴിതിരിഞ്ഞു പോയിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ ഒന്നാം ടേം കഴിഞ്ഞ് രണ്ടാം ടേമിലെത്തുമ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ സ്വീകാര്യതയുടെ തുടർച്ചയായിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ വിജയസാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംശയകരമായി മാറുകയാണ്. നമുക്ക് 2016 മുതലുള്ള 2 ടേം നോക്കാം. റിസൾട്ട് 2016 മണ്ഡലത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് 2016 VKC മുഹമ്മദ് കോയ LDF സ്ഥാനാർത്ഥി 69,114 വോട്ട് നേടി. ആദം മുൽസി UDF-ന് 51,751 വോട്ട് നേടി. KP പ്രകാശ് ബാബു BJP-യുടെ 27,958 വോട്ട് നേടി. ഭൂരിപക്ഷം 14,363 ആയിരുന്നു ആ മണ്ഡലത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 2021 മുഹമ്മദ് റിയാസ് 82,165 വോട്ട്, PM നിയാസ് 53,418, പ്രകാശ് ബാബു 26,267, ഭൂരിപക്ഷമോ 28,747. ഭൂരിപക്ഷം കൂടി. എല്ലാവർക്കും വോട്ട് കുറഞ്ഞു. BJP-ക്ക് എല്ലാവർക്കും വോട്ട് കൂടി. എല്ലാവരും LDF-ന് UDF-ന് കൂടി. BJP-ക്ക് വോട്ട് കുറയുകയും ചെയ്തു. 2011 എളമരം കരീമിന് വെറും 5,316 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉള്ളിടത്താണ് റിയാസ് അത് 400,000 കടത്തി ഈ ഘട്ടത്തിൽ എത്തിയത്. ഇപ്പോൾ മുഹമ്മദ് റിയാസ് സ്വീകാര്യതയുടെ കാര്യത്തിൽ വലിയ വർധന വരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് അവിടെ ഉയർന്നു എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. പക്ഷേ അടിത്തട്ടിൽ ഉണ്ടാക്കുന്ന മറ്റ് ഭരണവിരുദ്ധ വികാരം ഏത് മട്ടിലായിരിക്കും ഓൾ കേരള ബാധിക്കുക എന്നുള്ളത് ഒക്കെ അവിടെയും ബാധിക്കും എന്നുള്ളത് പ്രധാന കാര്യം തന്നെയാണ്. പക്ഷേ നിലവിലെ മണ്ഡലത്തിൻ്റെ ചരിത്രവും ഈ മറ്റ് റിസൾട്ടുകളും ഒക്കെ പരിശോധിക്കുകയും നിലവിലെ സാഹചര്യത്തിൽ മുഹമ്മദ് റിയാസിൻ്റെ സ്വാധീനവും കൂടി നോക്കുമ്പം PV അൻവറിൻ്റെ ജയം എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് നമുക്ക് സംശയകരമായി നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. മാത്രമല്ല PV അൻവർ ആകപ്പാടെ മരുമോനിസം എന്ന ഒരു മുദ്രാവാക്യവുമായാണ് അവിടെ പോകുന്നത് എന്നുള്ളതാണ്. ഇനി മലമ്പുഴയിലേക്ക് കടക്കാം. മലമ്പുഴയിൽ VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ സുരേഷാണ് ഇത്തവണ LDF-ൽ നിന്ന് മാറി അവിടെ സ്ഥാനാർത്ഥിയായി മാറുന്നത്. അദ്ദേഹം സ്ഥാനാർത്ഥിത്വം കിട്ടാതെ മാറി എന്നുള്ളതിനൊന്നും പ്രസക്തിയില്ല അത്തരം ആരോപണങ്ങൾ. കാരണം സുരേഷിന് ഒരിക്കലും CPM-ൽ LDF-ൽ നിലവിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാവുന്ന തരത്തിലേക്ക് അദ്ദേഹം രാഷ്ട്രീയമായി ഉയർന്ന നിലയിൽ എത്തിയിരുന്നില്ല. അദ്ദേഹം കേവലം പാർട്ടി മെമ്പർ മാത്രമായി മുന്നോട്ട് പോയ ഒരാളായിരുന്നു. VS-ൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ശ്രദ്ധ നേടി, മാധ്യമ ശ്രദ്ധ നേടി എന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണ് അദ്ദേഹം സ്ഥാനാർത്ഥിത്വത്തിലേക്ക് UDF-ലേക്ക് പോകുന്നത്. അവിടെ 2026 ഈ തെരഞ്ഞെടുപ്പിൽ പ്രഭാകരൻ നിലവിലെ MLA രണ്ടാം ടേം മത്സരിക്കുന്നു. സുരേഷ്, C കൃഷ്ണകുമാർ. BJP-യിൽ രണ്ടാം സ്ഥാനത്ത് BJP-യാണ് മലമ്പുഴയിൽ, C കൃഷ്ണകുമാറാണ്. അതുകൊണ്ട് സുരേഷിൻ്റെ സാധ്യത ഈ മറ്റ് സ്ഥാനാർത്ഥികൾക്കൊക്കെ ശേഷം മാത്രമാണ് നമുക്ക് പരിഗണനയിൽ പോലും വരുന്നത്. 2016 VS അച്യുതാനന്ദൻ മലമ്പുഴയിൽ അവസാനമായി ജനവിധി തേടിയത്. 73,299 വോട്ട് അദ്ദേഹം അന്ന് നേടി. രണ്ടാമത് C കൃഷ്ണകുമാറിന് 46,157 വോട്ടും നേടി. VS ജോയി മൂന്നാമതെത്തി. UDF-ൻ്റെ 35,337 വോട്ട്. ഭൂരിപക്ഷം VS-ന് 27,142 വോട്ടായിരുന്നു. 2021 പ്രഭാകരൻ അവിടെ മത്സരിക്കുകയാണ്. VS മാറി മത്സരരംഗത്ത് നിന്ന് മാറിയതിന് ശേഷം 75,934 വോട്ട് അദ്ദേഹത്തിന് കിട്ടി. C കൃഷ്ണകുമാർ 50,200 വോട്ട്, രണ്ടാമത് BJP തന്നെ. SA അനന്തകൃഷ്ണൻ UDF 34,444 വോട്ട്. ഭൂരിപക്ഷം 25,734. VS-ൽ നിന്ന് കാര്യമായ വ്യത്യാസം കാണാനും ഇല്ല. ഈ ഘട്ടത്തിലാണ് രണ്ടാമതായി അദ്ദേഹം വീണ്ടും പ്രഭാകരൻ മത്സരിക്കുന്നത്. പൊതുവേ ഉള്ളൊരു ട്രെൻഡ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. 1ഉം 2ഉം ആദ്യത്തെ ടേമിൽ ഭൂരിപക്ഷം അപരിചിതനായ ഒരാൾ വന്ന് ജയിക്കുന്നു. രണ്ടാമത്തെ ടേമിൽ അസാധാരണമായ ആളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. പക്ഷേ രണ്ടാമത്തെ ടേമിൽ അവർ മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു. ഒരു 90% ആളുകളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. പിന്നീടാണ് അവരുടെ ഗ്രാഫിൽ താരതമ്യം വരുന്നത് എന്നുള്ളത് പൊതുവായൊരു ട്രെൻഡാണ്. പ്രഭാകരൻ അതുകൊണ്ട് തന്നെ ഇത്തവണ രണ്ടാമത് വരുമ്പോൾ ജനകീയ സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് കൂടി വരും. സുരേഷിന് അവിടെ വിജയ സാധ്യത ഇല്ല എന്ന് തന്നെ, നിലവിലെ സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയാണ്. BJP രണ്ടാമത് എത്തുമ്പോൾ BJP-ക്കും ആഭ്യന്തര കുഴപ്പങ്ങളുണ്ട്. കൃഷ്ണകുമാറിന് നമുക്കറിയാം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായ പ്രശ്നങ്ങൾ അറിയാം. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും അവിടെ നിലവിലുണ്ട് എന്നുള്ളതാണ്. ഇനി ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലത്തെ സംബന്ധിച്ച് PK ശശിയാണ്
UDFിൻ്റെ സ്ഥാനാർത്ഥി CPM-നൊപ്പം നിന്ന PK ശശി CPM-ൽ നിന്നും പലവിധ ലൈംഗിക ആരോപണങ്ങളടക്കം നേടി പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ച് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട PK ശശി ഒടുവിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി വരികയാണ് ഒറ്റപ്പാലത്ത് എന്നുള്ളതാണ്. K പ്രേംകുമാർ രണ്ടാമത് മത്സരിക്കുന്നു. മേജർ രവി BJPയുടെ സ്ഥാനാർത്ഥിയായും വരുന്നു. UDFിനെ സംബന്ധിച്ച് കേരളം ആകെയുള്ള പ്രവർത്തകർക്ക് വലിയ ധാർമ്മിക പ്രതിസന്ധി ഉണ്ടാക്കിയ തീരുമാനമാണ് PK ശശിയെ സ്വീകരിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ കേരളത്തിലാകെ നിരന്തരമായി സ്ത്രീ പ്രശ്നങ്ങൾ വരുമ്പോൾ, സ്ത്രീകളുടെ പരാതികൾ വരുമ്പോൾ, ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാതി തന്നെ വരുമ്പോൾ നടപടിയെടുക്കുന്നത് വരെയുള്ള കാലത്ത് ന്യായീകരിക്കാൻ VD സതീശനടക്കം നിരന്തരം ഉപയോഗിച്ചിരുന്നതാണ് PK ശശിയുടെ തീവ്രതയെക്കുറിച്ച്. ആ ശശി UDFിൽ ഇരുകൈയും നീട്ടി വരുമ്പോൾ പ്രവർത്തകർക്കുണ്ടാവുന്ന ധാർമ്മിക പ്രതിസന്ധി ചില്ലറയല്ല. ആ സാഹചര്യം കൂടി നോക്കി വേണം ഒറ്റപ്പാലത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കുമെന്ന നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്ന വിലയിരുത്തലുകൾ അവതരിപ്പിക്കാൻ. 2016 മുതലുള്ള അവിടുത്തെ മണ്ഡല ചരിത്രം നോക്കുകയാണെങ്കിൽ P ഉണ്ണിയാണ് 2016-ൽ 16,088 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ജയിച്ചത് LDFിൻ്റെ സ്ഥാനാർത്ഥി. 2021-ൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രേംകുമാർ ജയിക്കുന്നു 15,152 വോട്ടിന്. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥി P സരിനായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അന്ന് സരിന് 59,707 വോട്ട് UDFിൽ കിട്ടി. സരിന് ഇപ്പോൾ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് മാറി LDFിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തി. BJPക്ക് അവിടെ 25,056 വോട്ട് ഉണ്ട്. ഇത്തവണ പ്രേംകുമാർ കഴിഞ്ഞതിനേക്കാളും ജനകീയനായി മാറാൻ ശ്രമിച്ചു എന്ന് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല ശശിയുടെ വേര് എത്രത്തോളം അവിടെ ശക്തമാണ് എന്നുള്ളത് സംശയമാണ്. അതിനൊപ്പം കോൺഗ്രസിൻ്റെ ധാർമ്മിക പ്രതിസന്ധിയിലാക്കിയ ആ പ്രശ്നം ഉയർത്തപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തൊരു മേഖലയാണ് ഒറ്റപ്പാലം അടക്കമുള്ള സ്ഥലം. അവിടെ അതേ UDFുകാരുടെ അടുത്തേക്ക് ഇത്രയും കാലം തീവ്രത പറഞ്ഞ് പാർട്ടിയെ തന്നെ CPM-നെ തന്നെ പ്രതിസന്ധിയിലാക്കാൻ അവർ ഉപയോഗിച്ച ഒരു നേതാവിന് വോട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു വലിയ വിധി വൈപരീത്യത്തിൽ UDFുകാരുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ കാലുമാറ്റക്കാരെ പാലക്കാട് അങ്ങനെ അങ്ങ് പ്രോത്സാഹിപ്പിക്കാറില്ല. നമ്മൾ അറിയാം, കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ തൊട്ടടുത്ത പ്രഖ്യാപനത്തിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം P സരിൻ LDFിലേക്ക് വരികയും പാലക്കാട് മത്സരിക്കുകയും ചെയ്ത് ഉണ്ടായ സാഹചര്യം നമുക്കറിയാം. അത്ര പെട്ടെന്ന് പാലക്കാടിനാകെ ആ മണ്ണിനെ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ആ ജില്ലയുടെ ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശശിയുടെ കാര്യം പറയുകയേ വേണ്ട. കാരണം തീവ്രത, സ്ത്രീ പീഡന ആരോപണം ഒക്കെ ചേർന്ന് ശശി മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ഇനി അമ്പലപ്പുഴയാണ് G സുധാകരൻ്റെ മണ്ഡലം. H സലാം നിലവിലെ MLA അവിടെ CPM-ന് വേണ്ടി മത്സരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരു കൂടിയായ G സുധാകരൻ അപ്പുറത്ത് UDFിന് മത്സരിക്കുന്നു. അരുൺ അനിരുദ്ധൻ എന്ന താരതമ്യേന ദുർബലനായ സ്ഥാനാർത്ഥിയാണ് അവിടെ BJP നിർത്തിയത്. അതെന്തിനാണ് എന്നുള്ളത് G സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനിടയിൽ അദ്ദേഹം പ്രസംഗത്തിനിടയിൽ നടത്തിയ പരാമർശം കൂടി ചേർത്ത് വായിക്കപ്പെടുന്നുണ്ട്. BJPയുടെ വോട്ട് എനിക്ക് കിട്ടും എന്ന പരാമർശം. നമ്മൾ 2006 മുതൽ അവിടെ മത്സരിച്ച് വരുന്ന G സുധാകരൻ്റെ ഒരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ട് അമ്പലപ്പുഴയിൽ. 2006-ൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 11,929 മാത്രമായിരുന്നു. 2011-ൽ അത് 16,580 ആയി. 2016-ൽ അത് 22,621 എന്നാൽ 2021-ൽ H സലാം G സുധാകരനെ മാറ്റി CPM മാനദണ്ഡപ്രകാരം സലാമിനെ മത്സരിപ്പിച്ചു. ഭൂരിപക്ഷം 11,125 ആയി. അമ്പലപ്പുഴയുടെ ഒരു പൊതു സ്വഭാവം, ഇത്രയും തെരഞ്ഞെടുപ്പ് നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു പൊതു സ്വഭാവം, UDF സീറ്റ് ഘടകകക്ഷികൾക്ക് നൽകുമ്പോൾ LDFിന് വലിയ ഭൂരിപക്ഷം കൂടുന്ന ഒരു രീതി ഉണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുമ്പോൾ LDFിന് ഭൂരിപക്ഷം കുറയും. അതുകൂടാതെ ഭരണാനുകൂല പ്രതികൂല ഘടകങ്ങളും പ്രവർത്തിക്കുന്നുണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് 2011-ൽ M ലിജു ആയിരുന്നു LDFിന് G സുധാകരൻ്റെ എതിരാളി. അന്ന് സുധാകരന് കിട്ടിയ ഭൂരിപക്ഷം 16,580 മാത്രമാണ്. അതുപോലെ 2021-ൽ H സലാമിൻ്റെ എതിർ സ്ഥാനാർത്ഥിയും ലിജു ആയിരുന്നു. അപ്പോഴും 11,125 ഭൂരിപക്ഷം ഈ ഒരു ഘട്ടത്തിൽ. എന്നാൽ 2021-ൽ സീറ്റ് JDUവിനാണ് കൊടുത്തത്. ഷെയ്ഖ് P ഹാരിസ് ആയിരുന്നു സ്ഥാനാർത്ഥി. അപ്പോൾ ഭൂരിപക്ഷം അന്ന് സുധാകരന് 22,621 ഉയർന്നു. പിന്നെ മൊത്തത്തിലുള്ള പിണറായി തരംഗം കൂടി 2021-ൽ വർക്ക് ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. ഇത്തവണ G സുധാകരൻ അപ്പുറത്തു പോയി. ലിജു അല്ല, കോൺഗ്രസ് അല്ല, ഇത്രയും കാലം കോൺഗ്രസിനെതിരെ നിലകൊണ്ട ഒരാൾ അവരുടെ സ്ഥാനാർത്ഥിയായി വരുന്നു, സ്വതന്ത്രനായി വരുന്നു. അത് ലിജു നിൽക്കുന്നത് പോലെ അത്ര അനുകൂല തരംഗമായിരിക്കില്ല എന്നുറപ്പാണ്. പക്ഷേ സുധാകരൻ്റെ ഒരു ഇമേജ് UDFിലേക്ക് പരിവർത്തിപ്പിക്കുന്നതിൽ ഒരു പരിധിവരെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടതുണ്ട്. പക്ഷേ അതിനെ വോട്ടാക്കി മാറ്റുന്ന രീതിയിൽ ആളുകളുടെ മാനസിക പരിണാമം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് റിസൾട്ട് വരുമ്പോഴേ നമുക്കറിയുള്ളൂ. ഇപ്പം തന്നെ സുധാകരൻ്റെ പ്രസ്താവനകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ പൊരുത്തക്കേട് പ്രകടമാണ്. CS സുജാത പൊട്ടുതൊട്ട് പൂവൊക്കെ ചൂടി നടക്കുന്നു എന്ന് ആക്ഷേപിക്കുന്ന സുധാകരൻ, ഒപ്പം അവിടെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ കൊലപാതകം, അത് KSU പിന്നീട് കോൺഗ്രസ് ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ട് ഇത്രയും കാലം അതിനെ മാർക്കറ്റ് ചെയ്ത് ജീവിച്ച അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയ നേതാവാണ് സുധാകരൻ. ഇന്ന് പെട്ടെന്നൊരു നാൾ അപ്പുറത്ത് പോയി അത് CPM-മാർ ചെയ്താണ്, ഞാൻ KSUകാരല്ല കോൺഗ്രസ്സുകാരല്ല അയാളെ കൊന്നത് എന്ന് ഒരു ലജ്ജയതുമില്ലാതെ പറയുന്ന അവസ്ഥയിലേക്ക് സുധാകരൻ എത്തി. അതിനൊക്കെ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്താണെന്ന് നമുക്കറിയില്ല. പണ്ട് CPM-ൽ ഉണ്ടായിരുന്നപ്പോൾ ഷാനിമോൾ ഉസ്മാനെ പൂതന എന്ന് വിളിച്ചതിൻ്റെ ക്ഷീണം ഇപ്പോൾ തന്നെ CPM-ന് മാറിയിട്ടില്ല. മാത്രമല്ല BJP വോട്ട് കിട്ടും, അങ്ങനെ ജയിക്കും എന്നൊക്കെ UDFിൻ്റെ കൺവെൻഷൻ വേദിയിൽ പ്രഖ്യാപിച്ച സുധാകരൻ
ആ പാർട്ടിയെയും വിവാദത്തിലാക്കി. അതുകൂടാതെ നായർ വോട്ടൊന്നും സലാമിന് കിട്ടുമല്ലോ, എനക്കേ കിട്ടുള്ളൂ എന്ന പ്രസ്താവന ഇപ്പോൾ വിവാദത്തിലാണ്. എന്തായാലും സുധാകരൻ്റെ ഈ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത് വലിയ പ്രതീക്ഷയൊന്നും UDF ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടില്ല. സലാമിൻ്റെ വിജയം, ഒന്നാമത് സലാം ജനകീയനായ ഒരാളായി രണ്ടാമത് മത്സരത്തിൽ എത്തുമ്പോൾ സ്വാഭാവികമായി വോട്ടിൻ്റെ വർധന നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സുധാകരൻ അപ്പുറത്ത് പോകുമ്പോൾ സുധാകരന് ഗുണകരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടില്ല എന്ന് വേണം വിലയിരുത്താൻ. അടുത്തത് കൊട്ടാരക്കരയാണ്. ഈ വീഡിയോയിലെ അവസാനത്തെ റിസൾട്ട്. കൊട്ടാരക്കര KN ബാലഗോപാലാണ്. ആയിഷ പോറ്റി CPM MLA ആയി 1.5 ദശകത്തോളം അവിടെ പ്രവർത്തിച്ച ആളാണ്. UDF സ്ഥാനാർത്ഥി R രശ്മി, കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായിരുന്ന R രശ്മി ഇത്തവണ BJP സ്ഥാനാർത്ഥിയുണ്ട്. 2011 20,592 ആയിരുന്ന ഭൂരിപക്ഷം ആയിഷ പൊറ്റിക്ക് 2016 എത്തിയതോടെ അത് 42,632 ഉയർത്തി. എന്നാൽ 2021 KN ബാലഗോപാലിൻ്റെ ഭൂരിപക്ഷം 10,814 ആയി കുറയുകയും ചെയ്തു. 2016 ആയിഷ പൊറ്റിക്ക് 83,443 വോട്ട് കിട്ടി. കോൺഗ്രസിൻ്റെ സവിൻ സത്തിന് 40,811 വോട്ട്, BJP രാജേശ്വരി രാജേന്ദ്രൻ 24,062 വോട്ട്, ഭൂരിപക്ഷം 42,632. എന്നാൽ 2016 KN ബാലഗോപാലിന് ടോട്ടൽ വോട്ട് കുറഞ്ഞു, 68,770 ആയി. കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച R രശ്മിക്ക് തൊട്ട് മുമ്പത്തേതിനേക്കാൾ വോട്ട് കൂടി 57,956. BJPക്കും വോട്ട് കുറഞ്ഞു. വോട്ട് കൂടിയ രശ്മി ഇന്ന് പക്ഷേ BJP സ്ഥാനാർത്ഥിയാണ്. അവർക്ക് അവിടെയും വോട്ട് കൂട്ടാനാകുമോ എന്നത് പ്രധാനമാണ്. അതോടൊപ്പം ആയിഷ പോറ്റിയുടെ വരവും കൂടിയാകുമ്പോൾ കൊട്ടാരക്കര കടുത്ത മത്സരമായി മാറും. പക്ഷേ KN ബാലഗോപാൽ കഴിഞ്ഞ തവണത്തെ ബാലഗോപാൽ അല്ല, അതിൽ നിന്ന് വ്യത്യസ്തനായി മാറി 5 വർഷത്തെ ഇടപെടലിൽ ഉണ്ടാക്കിയ ജനകീയ പ്രതിച്ഛായ, ഒരുപക്ഷെ CPM തന്നെ അദ്ദേഹത്തിന് ഇത്രയും കാലം ഉണ്ടായിരുന്നതിൽ വ്യത്യസ്തമായൊരു പ്രതിച്ഛായ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടായി. മണ്ഡലത്തിൽ പിന്നെ വലിയ വ്യത്യാസങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ അടക്കം വെച്ച് അദ്ദേഹത്തിന് അവിടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു. അത് സ്വാഭാവികമായി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2ാം ടേം നേരിടുന്ന ഘട്ടത്തിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ മികവ് കൂടി വോട്ടിൽ പ്രതിഫലിക്കും എന്ന് വോട്ടിംഗ് ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് കൂടി വരുമ്പോൾ ആയിഷ പോറ്റി അപ്പുറത്ത് പോയതിന് ശേഷമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ബാലഗോപാലിന് അനുകൂലമായ ഒരു കൊട്ടാരക്കരയായി മാറാം. അത്ഭുതങ്ങളില്ലാത്തൊരു കൊട്ടാരക്കരയായി അത് കടന്നു പോകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഈ 7 മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് നിലവിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുക. 7 മണ്ഡലങ്ങളിലെ പ്രതീക്ഷ കാലുമാറ്റത്തിൻ്റെ തുടർച്ചയായി അവർക്ക് നേടാൻ ഇടയുണ്ട് എന്ന് പറയപ്പെടുന്ന സാധ്യതകൾ ഇല്ല. ആ പ്രതീക്ഷയ്ക്ക് വകുപ്പില്ല എന്ന് തന്നെ തെളിയിക്കുന്ന യുക്തിഭദ്രമായ കണക്കുകളും സാഹചര്യങ്ങളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പിന്നെ എല്ലാം കൂടി കഴിഞ്ഞ് അടിയെ ഒരു ഒഴുക്ക് വന്നാൽ കടുത്ത ഭരണവിരുദ്ധ വികാരവും വലിയ തോതിലുള്ള 120 സീറ്റൊക്കെ UDF നേടുന്ന സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ സീറ്റൊക്കെ പോവും. അതിന് അങ്ങനെയുള്ള അധികാരത്തിലെത്തുന്ന തെരഞ്ഞെടുപ്പായിരിക്കും അത്. അമ്മാതിരി കൊടുങ്കാറ്റടിക്കാതെ ഈ മാറിയവർക്കുള്ള ജയസാധ്യത ഉരുത്തിരിഞ്ഞു വരാനേ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.